ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാര ഫ്രൈ ആണ്. 1/2 കിലോളം കാരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കതിലോട്ടേക്ക് എങ്ങനെ മസാലയൊക്കെ പുരട്ടണമെന്ന് നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്തിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ടേക്ക് ഓരോന്നായി പച്ചയിറക്കിൽ കുത്തി കൊടുക്കുക. ഈ പച്ചയിറക്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബലമുള്ളതും നല്ല നീട്ടുള്ളതും കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനെടുത്തത് അത്യാവശ്യം ചെറുതായിപ്പോയി. അപ്പോൾ ഇനി നിങ്ങളെടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പച്ചയിറക്കിലെല്ലാം കുത്തി കഴിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ ഒരു അരമണിക്കൂറോളം മസാലയെല്ലാം സെറ്റാവാനായിട്ട് വെക്കണം. അതിന് ശേഷം ഇതെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രീസറിലോട്ടേക്ക് വെക്കാം. അപ്പോൾ ഇതാ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാരച്ചെമ്മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചെമ്മീനെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ കാര ഫ്രൈ റെഡിയാകും. അപ്പോൾ ഇതാ കാര ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടേക്ക് ഇത് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.